വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 5th സെമസ്റ്റർ എക്സാംസിലെ അവസാനത്തെ എക്സാം ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് ഇന്ന് ഫിനിഷ് ചെയ്തത്. സോ നമ്മൾ ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 പാർട്ടിലെ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ, അതുമാത്രമല്ല ഓൺലൈനായിട്ടുള്ള കോച്ചിങ്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ 3 പാർട്ടിലും പറഞ്ഞിരിക്കുന്ന അതേ ചോദ്യങ്ങളാണ് ഇതിൽ മുഴുവനായിട്ട് വന്നിട്ടുള്ളത്. എന്നെ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് അറിയാൻ സാധിക്കും. നിങ്ങൾ വീഡിയോ ഒന്നും കൂടിയും കാണാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടിയും പോയി നോക്കിയാൽ കാണാം, നമ്മൾ പറഞ്ഞിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ കണ്ടുപോയവർക്കൊക്കെ വളരെ ഹാപ്പിയാണ്. അല്ലാത്തവർക്കായിരിക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടെന്നൊക്കെ തോന്നാൻ സാധ്യത. സോ നമുക്ക് എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. വരാൻ പോകുന്ന 3rd സെമസ്റ്ററിലെ പ്രോബ്ലം പേപ്പേഴ്സ് അവൈലബിൾ ആണ്. ഇത് കഴിഞ്ഞ് ഇനി തുടങ്ങാൻ പോകുന്ന 6th ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഇതാണ് പേപ്പർ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് 2019 സിലബസ് പാർട്ട് A. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ റിസ്ക്? ഈസി ക്വസ്റ്റ്യൻ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ്? എന്തായാലും പറഞ്ഞ ചോദ്യം. IRR പറഞ്ഞ ചോദ്യം. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പറഞ്ഞാണ്. ടൈം വാല്യൂ ഓഫ് മണി പറഞ്ഞാണ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് പറഞ്ഞാണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ പറഞ്ഞാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ദെൻ 4 സോഴ്സസ് ഓഫ് ലോങ് ടൈം ക്യാപിറ്റൽ. വാട്ട് യു മീൻ ബൈ സ്റ്റോക്ക് ഡിവിഡൻഡ് പറഞ്ഞ ക്വസ്റ്റ്യൻ. ദെൻ ഓപ്പറേറ്റിംഗ് സൈക്കിൾ പറഞ്ഞ ക്വസ്റ്റ്യൻ. ഓവർ ക്യാപിറ്റലൈസേഷൻ പറഞ്ഞാണ്. സ്വെറ്റ് ഇക്വിറ്റി പറഞ്ഞു. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി പറഞ്ഞാണ്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. ഈ 15 ക്വസ്റ്റ്യൻസും ഞാൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 മാർക്സിന്റെ ചോദ്യത്തില് മെൻഷൻ ചെയ്ത സെയിം ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഒരു മാറ്റവും ഇല്ല. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വീഡിയോ കണ്ടുപോയ കുട്ടികൾക്ക് നല്ല സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പാർട്ട് ബിയിലെ കൺസെപ്റ്റ് ഓഫ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസ്കസ് ചെയ്തതാ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിവിഡൻഡ് ഡിസിഷൻ പറഞ്ഞാണ്. മോട്ടിവേറ്റിംഗ് ഓഫ് ഹോൾഡിംഗ് ക്യാഷ് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റിന്റെ കൺസെപ്റ്റ്, അതിന്റെ ഇമ്പോർട്ടൻസ്, അതും പറഞ്ഞാണ്. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്, അതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. 2 മാർക്സിൽ പ്രതീക്ഷിച്ച ചോദ്യം 5 മാർക്കിൽ വന്നു. സോ ഇവിടെ 5 തിയറി ചോദ്യങ്ങൾ ഇട്ടുണ്ട്. 5ഉം ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. ആക്ച്വലി ഇത് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റിൽ വരാറുള്ള ഒരു ചോദ്യമാണ്. ദെൻ മറ്റൊരു പ്രോബ്ലം, ഫൈൻഡ് ഔട്ട് ഷെയർ ഹോൾഡേഴ്സ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അതും ഈസി ക്വസ്റ്റ്യൻ. എൻ്റെ അവസാനം 5 മാർക്കിനല്ലേ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ARR എന്തായാലും പ്രതീക്ഷിച്ച 5 മാർക്കിന്റെ ചോദ്യം. സോ പാർട്ട് ബി വളരെ എളുപ്പമാണ്. ഒക്കെ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളൂ കേട്ടോ. ഇനി essayയിലേക്ക് നോക്കിയേ. ഞാൻ തിയറിയിൽ എന്തായാലും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ സജഷൻ നൽകിയ അതേ ചോദ്യം. വാട്ട് യു മീൻ ബൈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതിന്റെ സ്കോപ്പും ഇമ്പോർട്ടൻസും ഇതന്നെയല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ റെലവൻസ് ആൻഡ് ഇറലവൻസ് തിയറി ഓഫ് ഡിവിഡൻഡ് ഡിസിഷൻ. ഡിവിഡൻഡ് ഡിസിഷന്റെ തിയറി എക്സ്പെക്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വന്നു. ദെൻ അതിനുശേഷം ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ നിന്നുള്ള മറ്റൊരു ചോദ്യം essayക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ സെയിം പാറ്റേൺ തന്നെ NPV കാൽക്കുലേറ്റ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഇതിനല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ദെൻ ഫൈനലി നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിന്റെ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കാൻ, അതും പ്രതീക്ഷിച്ച് തന്നെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ എളുപ്പമുള്ളൊരു പേപ്പറാണ് വന്നിട്ടുള്ളത്. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നു. ഞാൻ പറഞ്ഞു ഈ ചോദ്യങ്ങളൊക്കെ നോക്കണമെന്ന്, അത് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് 3rd സെമസ്റ്ററിന്റെ സപ്ലി ആണ് വരുന്നത്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താവുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.